പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാനുള്ള നമ്പറാണിത്. 0484283050 നമ്പർ ഒരിക്കൽ കൂടി 0484283050. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ വാർത്തകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ബാർക്കോഴ വിഷയത്തിൽ മലക്കം മറിഞ്ഞ് പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ ബാർ ഉടമകളുടെ മുൻ സംഘടനാ ചെയർമാൻ അനിമോൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ പണം ആവശ്യപ്പെട്ടത് സംഘടനാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് എന്നാണ് അനിമോന്റെ വാദം. സംഘടനാ യോഗത്തിൽ അപമാനം നേരിട്ടെന്നും അപ്പോഴത്തെ മനോനിലയിൽ പറഞ്ഞുപോയതാണ് എന്നുമാണ് വിശദീകരണം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇത് വലിയ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലം, അതിനിടയിൽ ഇപ്പോൾ മലക്കം മറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണം, എന്താണ് അനിമോൻ പറയുന്നത്? ഷഫീദ്. റജിത്ത, സംസ്ഥാന സർക്കാരിനെ പോലും സംശയത്തിന്റെ നിഴൽ നിർത്തിയ പുതിയ ബാർക്കോഴ വിവാദത്തിൽ ആ വിവാദത്തിന് തിരികൊളുത്തിയ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള അനിമോൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിട്ടുള്ളൊരു പ്രതികരണം, ഒരു വിശദീകരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്. അതായത് നേരത്തെ ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശത്തിൽ അനിമോൻ പറഞ്ഞിരുന്ന കാര്യം, മദ്യനയം അനുകൂലമാക്കുന്നതിന് ഒരു ബാറുടമ 2.5 ലക്ഷം രൂപ വീതം 2 ദിവസത്തിനുള്ളിൽ നൽകണം എന്നുള്ളതായിരുന്നു. ആ ശബ്ദ സന്ദേശമായിരുന്നു സർക്കാരിനെ അടക്കം പ്രതിക്കൂട്ടിൽ നടത്തി വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു കാര്യം. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ബി സുനിൽകുമാർ നൽകിയ വിശദീകരണം അത് ആവർത്തിക്കുകയാണ് അനിമോൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് സംഘടനയ്ക്ക് ഒരു കെട്ടിടവും സ്ഥലവും വാങ്ങാൻ കുടിശ്ശിക, കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു. ആ പണപ്പിരിവിനാണ് താൻ നിർദ്ദേശിച്ചതെന്ന് അനിമോൻ ഇപ്പോൾ ഈ ബാറുടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് തന്റെ വിശദീകരണമായി ഈ കുറിപ്പ് തന്നെയാണ് അദ്ദേഹം പങ്കുവെച്ച് നൽകിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ പാലാരിവട്ടത്ത് ചേർന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തനിക്കെതിരെ, അനിമോനെതിരെ ചില വിമർശനങ്ങൾ ഉണ്ടായി. അത് ഈ കെട്ടിടപ്പിരിവുമായി ബന്ധപ്പെട്ട ഉള്ള എതിർപ്പ് അത് അനിമോൻ അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് കാര്യമായ പണപ്പിരിവ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ അത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും തന്നെ സസ്പെൻഡ് ചെയ്യുമെന്ന് അവിടെ പറയുകയും ചെയ്തു. തുടർന്ന് സസ്പെൻഡ് ചെയ്യേണ്ട, അത് ഡിസ്മിസൽ ആയിക്കോളൂ, സംഘടനയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് താൻ ഇറങ്ങിപ്പോയി. ശേഷം വൈകാരികമായി അന്നേരത്തെ മാനസികാവസ്ഥയിൽ താൻ പങ്കുവച്ച ശബ്ദ സന്ദേശമാണത് എന്ന് ഈ വിശദീകരണക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഓഡിയോ LDF-നും സർക്കാരിനുമെതിരെ ആരോപണത്തിനിടയാക്കിയെന്നും അനിമോൻ അദ്ദേഹത്തിന്റെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതുമൂലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, മുൻ നിലപാടിൽ നിന്ന് അപ്പാടെ മലക്കം മറിയുകയാണ് അനിമോൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് അദ്ദേഹം ചില കാര്യങ്ങൾ. ഷഫീദ്, ഈ വിഷയം വളരെ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലം, അത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം, ആ നയത്തിൽ നിന്ന് തന്നെ സർക്കാർ യൂട്ടേൺ അടിക്കുന്ന സാഹചര്യം, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. പ്രതിപക്ഷം അതൊരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രീയ ആയുധമാക്കി സർക്കാരിനെ, CPI-നെ പ്രതിരോധത്തിലാക്കുന്ന പശ്ചാത്തലം, അതിനിടയിലുള്ള ഈ മലക്കം മറിച്ചിൽ അത് സർക്കാരിന് എത്രത്തോളം ആശ്വാസം നൽകും, CPI-ന് എത്രത്തോളം ആശ്വാസം നൽകും? ഷഫീദ്. അർജിത്ത, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് മദ്യനയത്തിൽ ഇപ്പോൾ പിന്നോട്ടെടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് കാര്യമായ മാറ്റം സംസ്ഥാന സർക്കാർ വരുത്തില്ല. കാരണം ഈ ശബ്ദ സന്ദേശം പുറത്തു വന്ന മദ്യനയം അനുകൂലമാക്കാൻ ചില ബാറുടമകൾ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള വാദം വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് MMSന്റെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ടതാണ് 2 മന്ത്രിമാരുടെ രാജി, അത് എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ നിലപാട് തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ എടുക്കുന്നത്. മാത്രമല്ല, മുൻപ് UDF ഭരണകാലത്തുണ്ടായ ബാർക്കോഴ ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ വ്യതിചലനം ഉണ്ടായി എന്നടക്കമുള്ള വളരെ ഗുരുതരമായ കുറ്റപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഡ്രൈ ഡേ ഒഴിവാക്കൽ, ബാറുകളുടെ സമയക്രമീകരണത്തിൽ മാറ്റം, ഈ 2 വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ ഈ പുതിയ വിവാദത്തിന് പിന്നാലെ പിന്നോട്ട് വലിച്ചിരുന്നു. ഇനി എന്തായാലും മദ്യനയത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമോ എന്നറിയില്ല. അത് അനിമോന്റെ മലക്കമറിച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി സംസ്ഥാന സർക്കാരിന് സൂക്ഷ്മതയോടുകൂടി മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കുക. രഞ്ജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും നേരത്തെ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് മലക്കം മറിയുന്നു പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ ബാറുടമകളുടെ മുൻ സംഘടനാ നേതാവ് അനിമോൻ.
വാട്സാപ്പ് ഗ്രൂപ്പിൽ പണം ആവശ്യപ്പെട്ടത് സംഘടനാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് എന്നാണ് അനിമോൻ പറയുന്നത്. ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സംസ്ഥാനത്ത് കനത്ത മഴ ശമിച്ചെങ്കിലും മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. വെള്ളക്കെട്ടിൽ വീണ്ടും ഇടിമിന്നലേറ്റും ഇന്ന് 3 പേർ മരിച്ചു. തൃശൂരിൽ തോട്ടിൽ വീണ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 14-കാരൻ മുങ്ങി മരിച്ചു. പാലക്കാട് അട്ടപ്പാടിയിൽ ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം വീണ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ദൃശ്യങ്ങളിലേക്ക്. ഇനി ഇന്നത്തെ വാർത്താ പകൽ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള യാത്ര അത് പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പതിവാവുകയാണ്. ഇന്ന് കോട്ടയം കുറുപ്പന്തറയിലും അങ്ങനെ ഒരു സംഭവമുണ്ടായി. ഹൈദരാബാദിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികളായ വിനോദസഞ്ചാരികളാണ് വഴിമാറി കുറുപ്പന്തറ തോട്ടിൽ വീണത്. തലനാരിഴയ്ക്കാണ് വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും രക്ഷപ്പെട്ടത്. മേഖലയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിലവർ വലിയ പ്രതിഷേധത്തിലുമാണ്. മതിയായ ദിശാബോർഡുകൾ സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴക്കാലത്ത് വഴിമാറി തോട്ടിലും മറ്റും വാഹനങ്ങൾ വീഴുന്നത് ഇപ്പോൾ പതിവാകുകയാണ്. മിക്ക അപകടങ്ങളിലും വില്ലനാകുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള യാത്രകളും. ഇന്ന് കോട്ടയത്ത് സംഭവിച്ചതും ഇതുപോലെ ഒരു അപകടമാണ്. പുലർച്ചെ 3 മണിയോടെയാണ് അപകടമുണ്ടായത്. മൂന്നാറിൽ നിന്നും കുമരകം വഴി ആലപ്പുഴയ്ക്ക് പോകാൻ എത്തിയതായിരുന്നു ഹൈദരാബാദ് സ്വദേശികളായ 4 വിദ്യാർത്ഥികൾ. മാഞ്ഞൂർ കവല വഴി കുറുപ്പന്തറ കടവിന് സമീപം എത്തിയപ്പോൾ വഴിമാറി തോട്ടിലേക്ക് കാർ മറിയുകയായിരുന്നു. തോട്ടിലെ ശക്തമായ ഒഴുക്കിൽ വാഹനം പെട്ടതോടെ ഡിക്കി തുറന്ന് 4 പേരും രക്ഷപ്പെട്ടു. You people only saying third car is fallen in the lake. How at least the government has to be take the actions now. Serious actions now. Now we, by God's grace, we safely alive. In case any issues has been happened, where we should go? ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതാണെങ്കിലും മതിയായ ദിശാബോർഡുകളില്ലാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ അപകടങ്ങളുണ്ടായിട്ടും പഞ്ചായത്തും സർക്കാരും ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ആക്ഷേപം. നേരത്തെ ഒരു പ്രാവശ്യം സ്ഥാപിച്ചതാണ്, പിന്നെ അത് കാണാനില്ല. അതാണ് സംഭവം. ഇവിടുത്തെ സ്ഥിരമായി ഈ ഒരു പ്രദേശത്ത് അപകടം ഉണ്ടാകും. പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, പല പ്രാവശ്യം. എല്ലാ വർഷവും എന്തായാലും വെള്ളം പൊങ്ങുന്ന സമയത്ത് മുഴുവൻ ഇത് തന്നെ സംഭവം. ഈ പാഞ്ഞി പഞ്ചായത്തിന്റെ ഉദാഹരണം ഇപ്പോഴും ഞാൻ തീർത്ത് പറയും. പാഞ്ഞിപ്പത്തിന്റെ കഴിവ് കുറവാ. ഞങ്ങളെ പല പ്രാവശ്യം പാഞ്ഞി പഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുള്ളതാ. എന്നിട്ട് അവർ ചെയ്ത് ഒരു ചങ്ങലിട്ടുണ്ട്. എന്നിട്ട് ആ പട്ടിക്കിടാനുള്ള ഈ ചങ്ങല ഇതായിട്ടിരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്നതാ. ആണ്ടിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇത് ഉറപ്പാ. എല്ലാ വർഷവും ഇവിടെ കണ്ടിന്യൂട്ട് അപകടമുണ്ട്. കഴിഞ്ഞ വർഷം ഒരു വെള്ളിമുങ്ങ പോയ കഴിഞ്ഞ വർഷം എല്ലാ വർഷം അതിനുവേണ്ടി സ്മാരകമാണ് ഈ പണിത് വെച്ചേക്കണേ, ഈ ചങ്ങല. അതിനുവേണ്ടി വരാതിരിക്കാണ് ഈ ചങ്ങല വെച്ചേക്കണേ. ഒരു 15 വർഷമായിട്ട് ഇവിടെ എല്ലാ വർഷവും സംഭവിക്കുന്ന കാര്യം ഇത്. മണിക്കൂറുകൾ നീണ്ട നാട്ടുകാരുടെ പരിശ്രമത്തിനൊടുവിലാണ് വാഹനം കരയ്ക്ക് കയറ്റിയത്. ഹൈദരാബാദിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കടുത്തുരുത്തി പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ദിശാബോർഡുകൾ സ്ഥാപിക്കുന്നതിനടക്കം ഉടനടി നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലത്തെത്തിയ MP തോമസ് ചാഴിക്കാടൻ പറഞ്ഞു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കുറെ നാളുകളായി പല വാഹനങ്ങളും ഇതുപോലെ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായൊരു നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നതും. കോട്ടയത്ത് നിന്ന് അരുൺ സാറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. മഴ കനത്തതോടെ ആലപ്പുഴ എറണാകുളം ദേശീയപാതയിൽ ഗതാഗതം അത് വലിയ പ്രതിസന്ധിയിലാണ്. ഒരു വാഹനം കുടുങ്ങിയാൽ ജനങ്ങൾ മണിക്കൂറുകളോളമാണ് കുരുങ്ങുന്നത്, കാത്തുകിടക്കേണ്ടി വരുന്നത്. ദേശീയപാതയിൽ നിർമ്മാണ മേഖലയിലെ വെള്ളക്കെട്ടും അടിമുടിപ്പാളിയ ഗതാഗത ക്രമീകരണവുമാണ് പ്രതിസന്ധിക്ക് കാരണം. തുറവൂരിൽ കഴിഞ്ഞ ദിവസം 4 മണിക്കൂറോളം നേരമാണ് 100 കണക്കിന് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. അരൂർ മുതൽ കായംകുളം വരെ 56 ഇടങ്ങളിലാണ് നിർമ്മാണം നടക്കുന്നത്.
ഇതുവഴി യാത്ര ചെയ്യാൻ മുൻപത്തേക്കാൾ കൂടുതൽ സമയം വേണ്ടിവരും. ഇന്നലെ തുറവൂരിൽ ലോറി തകരാറിലായതോടെ യാത്രക്കാർ പെരുവഴിയിലായി. മാക്കേൽക്കടവ് അരൂക്കുറ്റി റൂട്ടിലേക്ക് വാഹനം തിരിച്ചുവിട്ടതോടെ അവിടെയും വാഹനങ്ങൾ കുടുങ്ങി. വലിയ ചരക്ക് ലോറികളും കണ്ടെയ്നറുകളും ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതും ഗതാഗത കുരുക്ക് ഇരട്ടിയാക്കുന്നു. ദീർഘദൂര യാത്ര നടത്തുന്ന ലോറികൾക്ക് MC റോഡ് വഴി തിരിഞ്ഞു പോകണമെന്ന ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും ഇത് നടപ്പിലാക്കാൻ അധികൃതരോ പാലിക്കാൻ ഡ്രൈവർമാരോ തയ്യാറായിട്ടില്ല. ചേർത്തല മുതൽ അരൂർ വരെയുള്ള 4 വരിപ്പാത നിർമ്മാണത്തെ തുടർന്ന് 2 വരിയാക്കി ചുരുക്കിയപ്പോൾ സ്വാഭാവികമായും റോഡിലെ തിരക്ക് വർദ്ധിച്ചു. ഇത് കഴിഞ്ഞ ഡിസംബറിൽ കുഴിച്ചിട്ടതാണ്. സാധാരണഗതിയിൽ നമ്മൾ സർവീസ് റോഡ് ആദ്യം ചെയ്തിട്ട് ഇത് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം ഇവിടെ പ്രശ്നം വരത്തില്ല, അപ്പുറം ഇപ്പുറം വണ്ടി പോയിക്കോളും. ഇത് കഴിഞ്ഞ് ഡിസംബറിൽ കുഴിച്ചിട്ടതാണ്. ഇപ്പോൾ ഇത്ര 5-6 മാസമായി, ഇതുവരെ ഒരു അനക്കമുണ്ടായിട്ടില്ല. ഇന്ന് ഇവിടെ നിന്ന് അവിടം വരെ 1 കിലോമീറ്ററിനുള്ളിൽ 1, 2, 4 ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് ഇന്ന് തന്നെ. ഇന്ന് ദേശീയപാതയിൽ കായംകുളം ചേപ്പാട് റോഡ്, പുന്നപ്ര, കലവൂർ, കഞ്ഞിക്കുഴി, തുറവൂർ, ചന്തിരൂർ എന്നിവിടങ്ങളിൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും പതിവായി. അപകടം നടക്കാൻ സാധ്യത കൂടുതലാണ്. വെള്ളം ഇങ്ങനെ കാണയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് റോഡും എന്താണ് റോഡാണ് കാണേണ്ടതെന്നൊന്നും മനസ്സിലാകത്തില്ല വെള്ളം വരുമ്പോൾ. അതുകൊണ്ട് അപകടം തന്നെയാണ് കൂടുതൽ നടക്കാൻ സാധ്യത. അല്ലാതെ നമുക്കൊരു സുരക്ഷിതത്വം തോന്നത്തില്ല മഴയും കൂടെ പെയ്ത് കഴിയുമ്പോൾ പോകാൻ. ഇതോടെ മന്ത്രി P. പ്രസാദ് ഇടപെട്ട് അടിയന്തരമായി ദേശീയപാതയിലെ വെള്ളം നീക്കാൻ നിർദ്ദേശം നൽകി. റോഡിലെ വെളിച്ചക്കുറവ് പരിഹരിക്കാൻ ഇപ്പോഴും നടപടികളായിട്ടില്ല. ദേശീയപാതയിലാണ് പ്രശ്നം. ബ്ലോക്ക്, ഒരുപാട് ബ്ലോക്കുകളും ഭയങ്കര വണ്ടി വടക്കുന്ന് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വണ്ടി ഇടിച്ചത്. ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ക്രമീകരണം കൃത്യമായി നടപ്പാക്കാത്തതാണ് ഗതാഗത കുരുക്കിന് കാരണം. ഗതാഗത ക്രമീകരണത്തിന് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതും പലപ്പോഴും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ബോർഡുകൾ പലതും തൊട്ടടുത്തെത്തുമ്പോഴാണ് കാണുക. വാഹനം ഓടിക്കുന്നവർക്ക് എവിടെ നിന്നാണ് തിരിഞ്ഞു പോകേണ്ടതെന്ന് അറിയാത്ത സ്ഥിതി. ദേശീയപാതയുടെ നിർമ്മാണം നാടിന് അനിവാര്യമാണ്. നിർമ്മാണ മേഖലകളിൽ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികവും. എന്നാൽ ചെയ്യേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാത്ത അധികാരികളുടെ അനാസ്ഥ മൂലം അഴിയാത്ത കുരുക്കുകളായി. ദേശീയപാതയിൽ അങ്ങോളം ഇങ്ങോളം മരണം പതിയിരിക്കുന്ന ചതിക്കുഴികളുമായി. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. സ്കൂൾ തുറക്കുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ദേശീയപാതയിലെ കുരുക്കിന് ഇനിയും പരിഹാരം കാണാനായില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലയും. അടിയന്തരമായി ഇടപെടൽ ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് പ്രദേശവാസികൾക്ക്, യാത്രക്കാർക്ക് പറയാനുള്ളത്. കാണാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ. അതിനുള്ള ക്രമീകരണം ആയിട്ടില്ല ഇതുവരെ. അതിനൊരു ബൈ റോഡ് എന്തെങ്കിലുമൊക്കെ അവർ സജ്ജീകരണം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണത്. പിന്നെ എന്താ വെച്ചാൽ ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു ഇതും വരും. എന്നുവെച്ചാൽ ഇപ്പോൾ റോഡ് ഇപ്പോൾ നമ്മൾ 1-2 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക സൂപ്പർ റോഡാകും. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. പക്ഷെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. വലിയ വാഹനങ്ങൾ ഒരു രാത്രിയിൽ പോകത്തക്ക രീതിയിൽ ക്രമീകരിക്കണം. ഇതൊന്നുമില്ല. പിന്നെ ആർക്കും സമയമില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. എല്ലാവർക്കും പെട്ടെന്ന് എത്തണം എല്ലായിടത്തും. അത് ചില സാഹചര്യത്തിൽ വാഹനങ്ങൾ കെട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ചില സാഹചര്യത്തിലാണ്, എപ്പോഴും ഇല്ല. നമ്മുടെ റോഡുകൾ എപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ട്, വണ്ടികൾ പോകുന്നുണ്ട്. ചില സാഹചര്യത്തിൽ അത് ബ്ലോക്കുകൾ വരും, സ്വാഭാവികമാണ്. മഴ പെയ്തുകൊണ്ട് ഇവിടെ ഭയങ്കര കുഴിയാണ്. ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തിട്ട് ഭയങ്കര കുഴിയായിരുന്നു. വണ്ടിയൊക്കെ വെള്ളത്തിൽ പോയി ബ്ലോക്ക് ആവണുണ്ട്. ഇവിടെ വെള്ളം നിൽക്കണുണ്ട് ഈ സൈഡ് കൊണ്ട്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുമായി മലിനീകരണ നിയന്ത്രണ ബോർഡും കുഫോസും. ദുരന്തത്തിന് കാരണം രാസമാലിന്യമല്ല എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്നത്. രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ട് എന്ന് കുഫോസ് വ്യക്തമാക്കുന്നു. ഇതിനിടെ വിഷയത്തിൽ ഒരു കമ്പനിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകി. പ്രശ്നത്തിൽ കർഷകൻ നൽകിയ പരാതിയിൽ ഏലൂർ പോലീസ് കേസെടുത്തു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വീഴ്ചയെന്ന ജലസേചന വകുപ്പ്. രാസമാലിന്യം കലർന്നിട്ടേയില്ലെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ്. രാസവസ്തുക്കൾ തന്നെയാണ് കാരണമെന്ന കുഫോസിന്റെ റിപ്പോർട്ടും. പെരിയാർ മത്സ്യക്കുരുതിയിൽ പരസ്പര വിരുദ്ധമായ കണ്ടെത്തലുകളുമായി പൊതുജനത്തെ കളിയാക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ. മത്സ്യക്കുരുതിയിൽ പ്രതിക്കൂട്ടിലായ മലിനീകരണ നിയന്ത്രണ ബോർഡാണ് ഇന്ന് വിശദീകരണവുമായി ആദ്യം രംഗത്തെത്തിയത്. വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ നിന്നൊഴുക്കിവിട്ട രാസമാലിന്യമല്ല പ്രശ്നത്തിന് കാരണമെന്ന് PCB കളക്ടർക്ക് നൽകിയ വിശദീകരണത്തിൽ ആണയിട്ടു. ജൈവമാലിന്യങ്ങൾ അഴുകി വെള്ളത്തിൽ അലിഞ്ഞതും ഇത് കെട്ടിക്കിടന്നതുമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് അവരുടെ കണ്ടെത്തൽ. രാസമാലിന്യം കലർന്നാൽ pH വാല്യൂവിൽ
മാറ്റമുണ്ടാകുമെന്നും പരിശോധനയിൽ ഇത് കണ്ടെത്തിയില്ലെന്നും വിശദീകരിച്ച് PCB സേഫായി. കൂട്ടത്തിൽ പാരിസ്ഥിതിക എഞ്ചിനീയർ സജീഷ് ജോയിയെ സ്ഥലം മാറ്റി മുഖം രക്ഷിക്കാനും മലിനീകരണ നിയന്ത്രണ ബോർഡ് മറന്നില്ല. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഞെട്ടിച്ച് വൈകിട്ടോടെ കുഫോസിന്റെ പഠന റിപ്പോർട്ടെത്തി. രാസവസ്തുക്കളുടെ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിട്ടുള്ളതായും ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അറിയില്ലെന്നും കുഫോസ് ടീം പറയുന്നു. പെരിയാറിൽ അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിലെന്നും റിപ്പോർട്ടിൽ ഉണ്ട്. ജൈവവസ്തുക്കൾ കെട്ടിക്കിടന്ന് വെള്ളത്തിൽ ചീഞ്ഞാലും പ്രശ്നമാകാമെന്നും ചത്ത മത്സ്യങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ എന്താണ് യഥാർത്ഥ കാരണമെന്ന് പറയാനാകൂവെന്നും കുഫോസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇപ്പോഴും സംശയ നിഴലിലെന്ന സാരം. പണി കിട്ടിയത് തിരിച്ചറിഞ്ഞിട്ടോ എന്തോ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉറക്കം വിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഒരു കമ്പനിക്ക് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകി തടി രക്ഷിക്കാനുള്ള നീക്കമാണിപ്പോൾ നടക്കുന്നത്. അലയൻസ് മറൈൻ പ്രോഡക്റ്റ് എന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടാൻ ധൃതിപ്പെട്ട് ഉത്തരവിറങ്ങിയത്. പ്രാഥമിക പരിശോധനയിൽ അലയൻസ് മറൈൻ പ്രോഡക്ട്സിൽ നിന്ന് പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയതോടെയാണ് നടപടി. കൂടുതൽ ഫാക്ടറികൾക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉറപ്പ്. ഇതിനിടെ സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യവസായ മന്ത്രി P. രാജീവിന്റെ വസതിയിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി. ഏകദേശം 5 കോടി രൂപയുടെ നഷ്ടം മത്സ്യകർഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ ഏലൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പക്ഷേ അവസാനം ഇതെല്ലാം തന്നെ കർശന നടപടികൾ ഉണ്ടാകും എന്ന പതിവ് പല്ലവിയിൽ അവസാനിക്കുമോ എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇനി പാലക്കാട് നിന്നുള്ള ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയിലേക്കാണ്. പാലക്കാട് അട്ടപ്പാടി ഗൂളിക്കടവിൽ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാൻ 3 മണിക്കൂർ വൈകിയെന്ന് പരാതി. ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇല്ലാത്തതാണ് പ്രതിസന്ധിയായത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, എന്താണ് സാഹചര്യം? ഇങ്ങനെയൊരു പ്രതിസന്ധി രൂപപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ രോഗിയുടെ അവസ്ഥ എന്താണ്? ബന്ധുക്കൾ പറയുന്നത് എന്താണ്? നിഖിൽ, ഇന്ന് ഉച്ചയ്ക്കാണ് ഗൂളിക്കടവിൽ വെച്ച് ഒരു വൻമരം കടപുഴകി വീണതിനെ തുടർന്ന് ഓട്ടോയിൽ യാത്ര ചെയ്യുകയായിരുന്ന ഫൈസൽ എന്ന 25-കാരന് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഫൈസലിനെ നേരെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അടിയന്തരമായി ചികിത്സ നൽകേണ്ടതുണ്ടായിരുന്നു. മതിയായ ചികിത്സാ സൗകര്യം കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഇല്ലാത്തതിനെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ഈ ഫൈസലിനെ റെഫർ ചെയ്യുകയായിരുന്നു. എന്നാൽ അവിടേക്ക് കൊണ്ടുപോകാൻ ഈ ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇല്ലാത്തതിനാൽ, വെന്റിലേറ്റർ സൗകര്യം അടക്കമുള്ള ആംബുലൻസ് ഇല്ലാത്തതിനാൽ ഏതാണ്ട് 3 മണിക്കൂറിലധികം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ള ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പലകുറി അട്ടപ്പാടി ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ആരോഗ്യവകുപ്പൊക്കെ മേലിലടിക്കുമ്പോഴാണ് അവിടെ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ലാതെ രോഗികൾ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഈ ഗൂളിക്കടവിൽ അപകടത്തിൽപ്പെട്ട രോഗിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകാൻ 3 മണിക്കൂറോളമാണ് വൈകിയത്. പിന്നീട് ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് എത്തിച്ചാണ് ഈ മഴക്കെടുതിയിൽ പരിക്കേറ്റ രോഗിയെ മാറ്റിയത്. ഇക്കാര്യത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഫൈസലിന്റെ ബന്ധുക്കൾക്കും അടക്കം തന്നെ അവിടുത്തെ നാട്ടുകാർക്കുമുണ്ട്. എന്തായാലും ഈ രോഗിയെ ഇതിനോടകം തന്നെ മാറ്റിക്കഴിഞ്ഞു. പക്ഷെ അപ്പോഴും നിലനിൽക്കുന്നത് ഈ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ പരിമിതികളെ കുറിച്ചുള്ള ചർച്ചകളാണ്. അടിയന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് സാമൂഹ്യ പ്രവർത്തകരടക്കം ഉന്നയിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്. എന്തായാലും ആ വിഷയത്തിലൊരു അടിയന്തര ശ്രദ്ധ വേണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അധികൃതരുടെ മുമ്പിലേക്ക് ആ സംഭവം ഞങ്ങൾ വെക്കുകയുമാണ്. സംസ്ഥാനത്ത് മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുമ്പോഴും സ്കൂൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ വാഗ്ദാനം അത് കടലാസിൽ തന്നെ ഒതുങ്ങുകയാണ്. കായിക വകുപ്പ് 4 വർഷം മുമ്പ് വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കാൻ നടപ്പാക്കിയ സ്പ്ലാഷ് പദ്ധതിയും വെള്ളത്തിൽ വരച്ച രേഖ പോലെയായി. സംസ്ഥാനത്ത് മിന്നൽ പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നിത്യസംഭവമാകുമ്പോഴാണ് സർക്കാരിന്റെ ഈ അനാസ്ഥ. നീന്തൽ പരിശീലനം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നത് 2019. ഇപ്പോൾ വർഷം 2024. 6 വർഷം പിന്നിടുമ്പോഴും വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം എന്ന സർക്കാർ ആശയം എവിടെയും എത്തിയില്ല. റോഡപകടം കഴിഞ്ഞാൽ കേരളത്തിൽ കൂടുതലായുള്ളത് മുങ്ങിമരണങ്ങളാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ മാത്രം 12,000-ലധികം മരണങ്ങൾ.
ദിവസം ശരാശരി 3-ൽ കൂടുതൽ പേർ മുങ്ങിമരിക്കുന്നുവെന്നാണ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക്. വേനലവധിക്കാലത്ത് മുങ്ങിമരിച്ചവരിലേറെയും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ പാഠ്യപദ്ധതിയിൽ നീന്തൽ പരിശീലനം ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. സ്കൂളുകളിൽ ഊതിവീർപ്പിച്ച കൃത്രിമ നീന്തൽക്കുളങ്ങൾ സ്ഥാപിച്ച് നീന്തൽ പഠിക്കാൻ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നീന്തൽക്കുളം സജ്ജമാക്കുമെന്നും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പ്രഖ്യാപിച്ചു. എന്നാൽ പിന്നീട് രണ്ടാം പിണറായി സർക്കാരിൽ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായി എത്തിയെങ്കിലും പദ്ധതി മുന്നോട്ട് പോയില്ല. താഴെത്തട്ടിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിയാതായതോടെയാണ് പദ്ധതി നിശ്ചലമായത്. കായിക വകുപ്പ് 4 വർഷം മുമ്പ് വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കാൻ സ്പ്ലാഷ് പദ്ധതി ആരംഭിച്ചെങ്കിലും മുന്നോട്ട് പോയില്ല. പരിശീലിപ്പിക്കാൻ അധ്യാപകരില്ലെന്നതാണ് വകുപ്പ് നേരിടുന്ന പ്രതിസന്ധി. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു നീന്തൽക്കുളമെങ്കിലും സ്ഥാപിച്ച് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നിർബന്ധമാക്കിയാൽ ഈ പ്രതിസന്ധി ഒഴിവാക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതേസമയം വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അത്യാധുനിക നീന്തൽക്കുളങ്ങൾ സജ്ജമാകുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തികൾ പുരോഗമിക്കുന്നുവെന്നാണ് സ്പോർട്സ് കൗൺസിൽ നൽകുന്ന വിശദീകരണം. സംസ്ഥാനത്തെ മുങ്ങിമരണങ്ങളുടെ കണക്ക് മാത്രം എടുത്താൽ മതി നീന്തൽ പരിശീലനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. എന്നിട്ടും മിന്നൽ പ്രളയങ്ങൾ നടക്കുന്ന നാട്ടിൽ ശാസ്ത്രീയമായി നീന്തൽ പരിശീലിപ്പിക്കാൻ സർക്കാരിന് താല്പര്യമില്ല എന്നത് നമ്പർ 1 കേരളത്തിന്റെ തന്നെ നാണക്കേടാണ്. വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സ്കൂൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തുമെന്നുള്ള സർക്കാർ വാഗ്ദാനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും കണ്ടത്. പക്ഷേ ഒരു അനക്കം പോലും അതിനുണ്ടായില്ല എന്നുള്ളത് അവരെ വേദനിപ്പിക്കുന്നുണ്ട്, നിരാശരാക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. അത് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എല്ലാ ഇതും ഇപ്പോൾ സ്കൂളിലുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നീന്തൽ കമ്പ്യൂട്ടർ വരെ ആയതല്ലേ. അപ്പോഴും പിന്നെ നീന്തലും കൂടെ വരണത് നല്ലത് തന്നെ. കുട്ടികൾക്ക് എത്രയും ചെയ്യാവോ അത്രയും നല്ലതാണ്. കാര്യം ഇന്ന് നടക്കുന്ന പല അപകടങ്ങളും നീന്തൽ അറിയാത്തത് കൊണ്ടാണ്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ നീന്തലുമൊക്കെ നല്ല രീതിയിൽ പഠിച്ച് അതുകൊണ്ട് ഏത് വെള്ളത്തിലൊക്കെ ഇറങ്ങാം. ഇപ്പം കുട്ടികൾ മരണപ്പെടുന്നത് കാണുന്നില്ലേ. അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് കൊണ്ടുവന്ന് എല്ലാ കുട്ടികളും അതിലോട്ട് മുൻകൈ എടുത്താൽ കൊള്ളാം. ആ കാര്യം നല്ലത് തന്നെ. പൊതുവായിട്ട് ഇപ്പം മൊബൈലായിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് വീട്ടിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ ഒന്നും ഇല്ല. ഒറ്റ ഇരിപ്പാണ് മൊബൈൽ നോക്കുന്നതൊക്കെ. സ്കൂളിൽ അങ്ങനെ വരികയാണെങ്കിൽ നന്നായിരിക്കും. നീന്തൽ കാരണം ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ വെള്ളത്തിലൊക്കെ പോയി ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ നീന്തൽ പഠിച്ചാൽ അവർക്ക് ഒരു നല്ല ഇതായിരിക്കുള്ളൂ. അപ്പോൾ നീന്താനുള്ള പരിശീലനം എപ്പോഴും നല്ല തന്നെയാണത്. ഇങ്ങനൊരു കാര്യം കൊടുക്കുമ്പോൾ ലൈഫ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും. അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. നല്ലതുപോലെ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും വേറെ ആളുടെ ഹെൽപ്പിന് നിൽക്കാതെ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. അതിനു മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് വാർത്തകളുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിനം അടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആവേശം കമന്റ് ബോക്സിലും കാണാനുണ്ട്. ഒരുപാട് പ്രേക്ഷകർ അവകാശവാദവുമായി ആര് ജയിക്കും എന്നൊക്കെയുള്ള അവകാശവാദവുമായി കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട്. ഒരു പ്രേക്ഷകൻ പറയുന്നത്, വിനീത് നാരായണൻകുട്ടി എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നത് 24-ൻ്റെ ഇലക്ഷൻ വോട്ടെണ്ണൽ ദിനത്തിനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ആ വോട്ടെണ്ണൽ ദിനം അതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്കൊരു വലിയ ആഘോഷമാക്കി മാറ്റേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടക്കുന്നുമുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റുമാനൂരിൽ അത്യാവശ്യം നല്ല മഴയുണ്ട് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ, ആലപ്പുഴയിലും നല്ല മഴയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ പൊതുവെ ഇന്നലെയുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ പൊതുവെ മഴ കുറവാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പതിവ് സെഗ്മെന്റുമായി കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകം നമ്മൾ പരിശോധിക്കും. കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകമാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. KS ഡയറി. നെടുമ്പാശ്ശേരി അവയവക്കടത്തിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവയവക്കടത്ത് സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് തൃശൂർ സ്വദേശി സജിത്ത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊച്ചിക്ക് പിന്നാലെ കണ്ണൂരിലും അവയവക്കടത്ത് നടന്നതായി പരാതിയുണ്ട്. ആദിവാസി യുവതിയാണ് ഭർത്താവിനും ഇടനിലക്കാരനുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. അവയവക്കടത്തിന്റെ മറവിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് അന്വേഷണം തുടങ്ങി. അന്വേഷണ സംഘം പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണ് അവയവക്കടത്ത് സംഘത്തിന്റെ നെറ്റ്വർക്ക്. ഇന്നലെ പിടിയിലായ സജിത്തും സാബിത്തും ചേർന്ന് നടത്തിയിട്ടുള്ളത് കോടികളുടെ ഇടപാട്. മധുവിനും സാബിത്തിനും സജിത്തിനും പുറമെ കൂടുതൽ മലയാളികൾ അവയവക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണോ എന്ന് അന്വേഷിച്ചു വരികയാണ് എറണാകുളം റൂറൽ പോലീസ്. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായ 2 പേരും ചെറിയ മീനുകളല്ല.
അവയവദാതാക്കൾക്കുള്ള തുക പറഞ്ഞുറപ്പിക്കുന്നത് സാബിത്ത്, തുക കൈമാറുന്നത് സജിത്ത്. സജിത്തിന്റെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് കോടികളുടെ ഇടപാടുകൾ നടന്നതായാണ് കണ്ടെത്തൽ. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അത് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നല്ല കുറച്ച് ക്ലൂ ഉണ്ട്, കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. കൊച്ചിക്ക് പിന്നാലെ കണ്ണൂരിലും അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിട്ടുണ്ട്. ഭർത്താവും ഇടനിലക്കാരനും ചേർന്ന് അവയവക്കടത്തിന് നിർബന്ധിച്ചെന്നാണ് ആദിവാസി യുവതിയുടെ വെളിപ്പെടുത്തൽ. കണ്ണൂർ നെടുമ്പോയിൽ സ്വദേശിക്ക് വൃക്ക ദാനം ചെയ്യാൻ ഇടനിലക്കാരൻ വാഗ്ദാനം ചെയ്തത് 9 ലക്ഷം രൂപ. അവയവ വിൽപ്പനയിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ വധഭീഷണിയെന്നും യുവതി 24നോട് പറഞ്ഞു. ബെന്നി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അതൊരു കിഡ്നിന്റെ ഏജന്റാണ്. ആ ഏജന്റാണ് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചിട്ട് പറയുന്നത്, മാനസിന്റെ കിഡ്നി എടുക്കാം, പിന്നെ 9 ലക്ഷം രൂപ തരാം, തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എൻ്റെ കെട്ടിൻ്റെ ഭീഷണിയായിരുന്നു. ആ ഭീഷണി ഞാൻ അയാൾ പറഞ്ഞതന്നെ അനുസരിച്ച് കേട്ടു. വൃക്ക കച്ചവടം നടത്തിയ യുവതിയെ പണം നൽകാമെന്ന പേരിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പനങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് പരാതി. എന്നാൽ നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ഈ കേസിന് ബന്ധമില്ലെന്നാണ് എറണാകുളം റൂറൽ SP-യുടെ പ്രതികരണം. അന്താരാഷ്ട്ര സ്വഭാവമുള്ള കേസാണ് അവയവക്കടത്ത്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് അന്വേഷിക്കുന്നതിന് പരിമിതികളുണ്ട്. കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിക്കാൻ എത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. കാടിറങ്ങി നാട്ടിലേക്ക് എത്തുന്ന വന്യതയെപ്പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാട്ടുപന്നിയിൽ തുടങ്ങി കടുവയും പുലിയുമെല്ലാം ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാകുന്നു. അത് വലിയ ഭീഷണിയായി മാറുന്ന സാഹചര്യം, ആക്രമണങ്ങളിലേക്ക് മാറുന്ന സാഹചര്യം, ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാസർഗോഡ് കർണാടക അതിർത്തി ഗ്രാമമായ ദേലംപാടിയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് കാട്ടാനകളാണ്. കാടിറങ്ങി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതും കൃഷി നശിപ്പിക്കുന്നതും സ്ഥിരം കാഴ്ചയാവുകയാണ്. കാസർഗോഡിനെയും മംഗലാപുരത്തെ സുള്ളിയ താലൂക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ഈ പാതയ്ക്കിരുവശത്തുമുള്ള ജനങ്ങളിന്ന് ഭീതിയിലാണ്. വന്യമൃഗശല്യം അതിരൂക്ഷമായിരിക്കുന്നു. കാടിറങ്ങുന്ന കാട്ടാനകൾ വൻ നാശമാണ് ഈ പ്രദേശത്ത് വിതയ്ക്കുന്നത്. കേരള കർണാടക അതിർത്തി പ്രദേശമാണ് ദേലമ്പാടി. വെള്ളിപ്പാടി മേഖലയിൽ 4 കോളനികൾ ഉൾപ്പെടെ 400ഓളം വീടുകളുണ്ട്. പക്ഷേ അതിർത്തിയായതിനാൽ ഇവിടേക്കൊന്നും ആരും തിരിഞ്ഞു നോക്കാറില്ല. ചൂട് കൂടിയതോടെ പരപ്പ വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നതാണ് ഇവിടുത്തുകാരുടെ ആശങ്ക. ചന്ദ്രഗിരി പുഴയിലെ വെള്ളം തേടി ആനകൾ കൂട്ടമായി കാടിറങ്ങാൻ തുടങ്ങി. 13 ആനകളാണ് ഇപ്പോൾ ഭീതി വിതയ്ക്കുന്നത്. ഈ രാത്രിയെല്ലാം നടക്കാനില്ല ഞങ്ങൾക്ക്. അപ്പോഴത്തെ സ്ഥിതി ഞങ്ങൾക്ക് പകലോ രാത്രി ഒരു കുടുംബമായിട്ട് ആർക്ക് പോകാൻ കഴിയുന്നില്ല. ആന ഇറങ്ങുന്നതോടെ പ്രദേശത്ത് കൃഷിനാശം വ്യാപകമാണ്. തെങ്ങും കവുങ്ങുമൊക്കെ ആനകൾ നശിപ്പിക്കുന്നത് പതിവാകുന്നു. അപകടം പറ്റിയാൽ അടുത്തുള്ളവരെ ബന്ധപ്പെടാൻ മൊബൈൽ നെറ്റ്വർക്കും ഇവിടെയില്ല. ഇപ്പോൾ നമ്മൾ കേരളക്കാരെ കോൺടാക്ട് ആക്കൽ പറയുന്നത് ഇത് കർണാടകത്തിലാണ് വരുന്നത് ആനാണ്. കർണാടകക്കാർ പറയുന്നത് ഇത് കേരളത്തിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മളെ ഈ ബോർഡർ ഏരിയത്തിൽ ഇവിടെ ഭയങ്കര മോശമുണ്ട്. പിന്നെ ഒരു 20 കിലോമീറ്റർ സോളാർ ഹാങ്ങിങ് ഫെൻസ് ആക്കിന് ഇപ്പോൾ ഈ ഭാഗത്തിന് ആക്കാനാകുമ്പോൾ നമ്മളെ ഇപ്പോൾ ഫണ്ടില്ല എന്ന് പറയും. ആന ഇറങ്ങുന്ന സമയം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുമെങ്കിലും വന്യമൃഗങ്ങളെ തുരത്താൻ കാര്യമായ ഇടപെടലൊന്നും ഉണ്ടാവാറില്ല. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും ഫണ്ടില്ലെന്ന കാരണത്താൽ പദ്ധതിയും നടപ്പായില്ല. കർണാടക വനം വകുപ്പും കേരള വനം വകുപ്പും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് ഈ പ്രശ്നപരിഹാരത്തിന് തടസ്സം നിൽക്കുന്ന പ്രധാന കാരണം. ഒപ്പം എന്നത്തെയും പോലെ അതിർത്തി പ്രദേശത്തെ ജനങ്ങളോടുള്ള അവഗണനയും. വിജേഷ് അണങ്ങൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.
അതിർത്തി പ്രദേശമായതിനാൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ കേരള കർണാടക സർക്കാരുകൾ ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. പണിക്ക് അതൊന്നും പോകാൻ കഴിയുന്നില്ല, പേടിച്ചിട്ട്. കുറേ ആന വരുന്നുണ്ട്. പിന്നെ പിള്ളേർ അതിലെല്ലാം പോകുന്നതിലെല്ലാം പോകാൻ കഴിയുന്നില്ല. കുട്ടികൾക്കെല്ലാം സ്കൂളിൽ പോകാനെല്ലാം ഭയങ്കര കഷ്ടമാണ്. നമ്മൾ പേടിച്ചിട്ടാണ് പറഞ്ഞത്. എങ്ങനെ പോകാനോ പറ്റുന്നില്ല. അങ്ങനെ ആനശല്യം ഒരു 10-15 വർഷമായല്ലോ. ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഇത് കോരുന്ന അതെല്ലാം പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ ഏതുമില്ല. ബൗണ്ടറി ആയിക്കൊണ്ടായി, പിന്നെ സെൻസറിന് വേണ്ടി ആയിക്കൊണ്ടായി. ഇപ്പോൾ ഒന്നുമില്ല. 3-4 പ്രാവശ്യമായി ആന വന്ന് കയറുന്ന ബായൊക്കെ പൊടിയാക്കുന്ന, തെങ്ങ് പൊടിയാക്കി, തെങ്ങുകൾ എല്ലാം. പിന്നെ നമുക്ക് കുട്ടികൾക്കെല്ലാം സ്കൂളിലൊക്കെ പോകാനും നടന്നിട്ട് പോകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാട്ടിലെ കൂടി രാത്രി വരാൻ പറ്റുന്നില്ല. 6 മണിക്കാകുമ്പോൾ വീട്ടിലെത്തണം. ഇവിടെ ആന മാത്രമല്ല, വേറെയും ഇത് കാട്ടി, പിന്നെ വേറെ കുരങ്ങ്, എല്ലാ കാടുമൃഗങ്ങളും ഉണ്ട് ഇവിടെ. ആന മാത്രമല്ല, ശല്യം ഒരുപാട് ശല്യങ്ങൾ. അത് കൃഷിയുടെ മാത്രം പ്രശ്നമല്ല, അത് ജീവന്റെ തന്നെ പ്രശ്നമാണ്. എന്താണ് ആ വിഷയത്തിൽ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെ റൈസ്, ഭാരത് റൈസ് എന്നീ ബ്രാൻഡുകളെ ചുറ്റിപ്പറ്റിയാണ്. വിലക്കയറ്റമുണ്ടായ സമയത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമയോചിതമായ ഇടപെടൽ എന്ന വ്യാഖ്യാനം പോലും ഉണ്ടായി. ആ സമയത്ത് ചിലയിടത്ത് അതിൻ്റെ വിതരണം തടയുന്നത് നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം തടയുന്നത്, അത് തർക്കങ്ങളിലേക്ക് പോകുന്നതൊക്കെ കണ്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരത് റൈസ്, കെ റൈസ് ബ്രാൻഡുകൾ എവിടെ എന്ന ചോദ്യം ഉയരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന 2 ബ്രാൻഡുകൾ, ഭാരത് റൈസും കെ റൈസും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ മാറി മാറി മത്സരിച്ചു പ്രചാരണത്തിനായി. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ നേതാക്കളുടെ വായിൽ നിന്ന് അറിയാതെ പോലും ഭാരത് റൈസിനെ പറ്റിയോ കെ റൈസിനെ പറ്റിയോ പരാമർശമേ ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന രാഷ്ട്രീയ ആയുധമായിരുന്നു അരിപ്പോര്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഗുണമേന്മയുള്ള അരി കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിലൂടെ ജനസമ്മതി നേടിയെടുക്കുക. കൊട്ടിഘോഷിച്ച് കേന്ദ്ര സർക്കാരിന്റെ സമ്മാനമെന്ന രീതിയിൽ വിപണിയിലെത്തിച്ച ഭാരത് റൈസ്, കേന്ദ്രമന്ത്രിമാരടക്കം പ്രചുര പ്രചാരം നൽകിയ ബ്രാൻഡ്, വാഹനങ്ങളിൽ ജില്ലതോറും വിൽപ്പന നടത്തിയ സംരംഭം. അരിയുമായി എത്തുന്ന വാഹനങ്ങൾ ഇപ്പോൾ വല്ലപ്പോഴും വന്നാലായി. മാത്രവുമല്ല, നാഫെഡ് തിരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളിലേക്ക് വിൽപ്പന മാറ്റുകയും ചെയ്തു. ഗുണമേന്മയുള്ള അരി 29 രൂപ നിരക്കിൽ 10 കിലോ വരെ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനാണ് ഭാരത് റൈസ് വാഹനങ്ങളിൽ വിതരണം ചെയ്തത്. അരിയുടെ വിതരണത്തിന് BJP നൽകിയ സ്വീകാര്യത വോട്ട് കിട്ടാനുള്ള മൂന്നാംകിട രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നായിരുന്നു LDFന്റെ ആരോപണം. തൃശൂർ മണ്ഡലത്തിൽ അരി വിതരണം നടത്തിയതുപോലും രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണമുയർന്നു. സപ്ലൈകോ പ്രതിസന്ധിയിലായ സമയം, സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാലത്താണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന്റെ വരവ്. വോട്ട് ലഭിക്കാനുള്ള തന്ത്രമാണെന്ന ആരോപണം ഉയർന്നെങ്കിലും ഭാരത് റൈസിന്റെ പ്രഖ്യാപനം അപകടമാണെന്ന് മനസ്സിലാക്കിയ സംസ്ഥാന സർക്കാരും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ഭാരത് റൈസിന് ബദൽ അരി പ്രഖ്യാപിച്ചു. മാർച്ച് 12-ന് ശബരിയുടെ ബ്രാൻഡിൽ കെ റൈസ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ അരി പുറത്തിറക്കി. ജയ അരി 29 രൂപയ്ക്കും കുറുവ മട്ട അരി 30 രൂപയ്ക്കും എത്തിച്ചു. ഒരാൾക്ക് 5 കിലോ പാക്കറ്റ്, കൂടാതെ സബ്സിഡി അരി എന്ന വാഗ്ദാനവും. അവർ മാർക്കറ്റിലേക്ക് 18 രൂപ 59 പൈസയ്ക്ക് വാങ്ങി 29 രൂപയ്ക്ക് നമ്മുടെ കേരളത്തിൻ്റെ മാർക്കറ്റിൽ ആ ഭാരതരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ഒരു നിലപാട് ആ സമയത്ത് ഗവൺമെൻറ്റും സപ്ലൈകോയും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടുന്ന അരി നമുക്ക് എന്ത് വില കൊടുത്ത് സംഭരിക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് കേരളത്തിലെമ്പാടും സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ ശബരി കെ റൈസ് എന്ന പേരിൽ 29 രൂപ 30 രൂപ നിരക്കിൽ മട്ടയും ചമ്പാവരി വിതരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിട്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം കെ റൈസ് അരിയുടെ പാക്കറ്റ് പോലും കാണാനില്ല. നേരത്തെ തന്നെയുള്ള 5 കിലോ അരിയാണ് ഇപ്പോഴുമുള്ളത്. അതിനെ കെ റൈസ് എന്നോ സബ്സിഡി അരി എന്നോ എങ്ങനെ വേണമെങ്കിലും സംബോധന ചെയ്യാം. ഇത് ഇലക്ഷന് സ്റ്റണ്ടായിട്ട് ഇറക്കിയത് രണ്ട് സർക്കാരുകൾ ഇറക്കി. കേന്ദ്ര സർക്കാർ ഭാരത അരിയും കേരള അരി സംസ്ഥാന സർക്കാരും ഇറക്കി. രണ്ടുപേരും ഇലക്ഷനുള്ള സ്റ്റണ്ട്. പാവങ്ങൾ ഇന്ന് നട്ടം തിരിയുന്നു. അരിയില്ലാതെ
സപ്ലൈകോയിലൊക്കെ ഓടി നടക്കുന്നു. ഇതാണ് അവസ്ഥ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ രണ്ട് സുന്ദരമോഹന വാഗ്ദാനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ല, ഈ അരി രാഷ്ട്രീയത്തിന്റെ അച്ചുതണ്ടിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മിണ്ടാട്ടമില്ല രാഷ്ട്രീയ പ്രമുഖർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും. അപ്പോൾ ബാക്കിയാകുന്ന ചോദ്യം, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നോ ഈ കുറഞ്ഞ നിരക്കിലെ ഗുണമേന്മയുള്ള അരിയുടെ വിതരണം? ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.